Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Swati. Good afternoon. കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്? ഇല്ലേ? വിഷു ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും വിഷു ഒക്കെ അടിച്ചു പൊളിച്ചോ? ആരൊന്നും പറയാത്തെ? ഓക്കെ, നന്നായിരുന്നു. നന്നായിരുന്നു അല്ലേ? ഓക്കെ. അതിനിടയിൽ പഠിത്തം മറന്നുപോയോ? പഠിച്ചിട്ടുണ്ടായിരുന്നോ? പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ എവിടം വരെയാ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നെന്ന്? ഗോദാവരി. ഗോദാവരി അല്ലേ? ഓക്കെ. ഗോദാവരി വരെയാണ് നമ്മള്. അപ്പോ നമ്മള് നർമ്മദ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താപ്തി പറഞ്ഞു, ഗോദാവരി പറഞ്ഞു അല്ലെ? അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടോപ്പിക് അല്ല കേട്ടോ, കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ആണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. വിരോധമൊന്നുമില്ലല്ലോ? റെഡി അല്ലേ ചെയ്യാനായിട്ട്? റെഡിയാണ് അല്ലെ? അതായത് ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2021 10th പ്രിലിംസ് തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നീട് അങ്ങോട്ടുള്ളത് കേട്ടോ. +2ന്റെ പ്രിലിംസ് വരുന്നുണ്ട് അതിനകത്ത്, പിന്നെ ഡിഗ്രിയുടെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അങ്ങനെ PSC ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ രീതിയാണ് പറയാൻ പോകുന്നത്. എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു തരും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.
അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. PSCയുടെ 10th പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. 2021 10th പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഞാൻ ഓപ്ഷൻസ് പറയാം. നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ടോ? എഴുതിയെടുക്കുന്നുണ്ടോ? അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ബ്രസീൽ കേട്ടോ. ഓപ്ഷൻ എ ബ്രസീൽ. ഓപ്ഷൻ ബി ഫ്രാൻസ്. ഓപ്ഷൻ ബി ഫ്രാൻസ്. ഓപ്ഷൻ സി ഈജിപ്റ്റ്. ഓപ്ഷൻ സി ഈജിപ്റ്റ്. ഓപ്ഷൻ ഡി ഇറാൻ. ഓപ്ഷൻ ഡി ഇറാൻ. ഓക്കെ, ഒന്ന് പറഞ്ഞേ, ഏതിനകത്താ ഇന്ത്യയെക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതിനകത്ത്? ബ്രസീല്. ബ്രസീലാണ് അല്ലെ? ബ്രസീലാണ് ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം. ഓക്കെ, അപ്പോ ഇന്ത്യക്ക് എത്ര സ്ഥാനം ഉള്ളത് വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തില്? എത്രയാ? 7ാം സ്ഥാനം. ഓക്കെ, 7ാം സ്ഥാനമാണ് എന്തിനുള്ളത്? ഇന്ത്യക്ക് ഉള്ളത് കേട്ടോ. ബ്രസീലിന് എന്താണ്? 5ാം സ്ഥാനമാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, ഇനി തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണെന്ത്? ബ്രസീൽ എന്ന് പറയുന്നത് കേട്ടോ. തെക്കേ അമേരിക്കയാണ് കേട്ടോ, വടക്കേ അമേരിക്കയല്ല, തെക്കേ അമേരിക്ക. നമ്മുടെ ഫുട്ബോൾ രാജ്യങ്ങളൊക്കെയാണ് അല്ലെ? ബ്രസീൽ ഉണ്ട്, അർജന്റീന ഉണ്ട്, പെറു, അങ്ങനെയുള്ള ഫുട്ബോൾ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണെന്ത് തെക്കേ അമേരിക്ക എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു രാജ്യമാണെന്ത്? ബ്രസീല്. തലസ്ഥാനം എവിടെയാ വരുന്നത്? തലസ്ഥാനം ബ്രസീലിന്റെ തലസ്ഥാനം എവിടെയാ? ബ്രസീലിയ. ബ്രസീലിയാണ് ബ്രസീലിന്റെ തലസ്ഥാനം കേട്ടോ. പിന്നെ ബ്രസീലിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഏക രാജ്യമാണെന്ത്? ബ്രസീൽ എന്ന് പറയുന്നത് കേട്ടോ. ഭൂമധ്യരേഖ അതുപോലെ തന്നെ ദക്ഷിണായന രേഖ എന്നീ 2 രേഖകള് കടന്നു പോകുന്ന ഏക രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രസീലാണ്. ഓക്കെ, ഇനി വേറൊരു സ്പെഷ്യാലിറ്റി, ആമസോൺ മഴക്കാടുകളിൽ അധികവും, അതായത് ആമസോൺ മഴക്കാടിന്റെ 60% സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? അതും ബ്രസീൽ തന്നെയാണ് കേട്ടോ. ആമസോൺ മഴക്കാടുകൾ നമ്മൾ കേട്ടിട്ടില്ലേ? തെക്കേ അമേരിക്കയിലാണ് ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്നത്. അതിന്റെ 60% സ്ഥിതി ചെയ്യുന്നത് ബ്രസീലിലാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചതുപ്പ് നിലം ബ്രസീലിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏതാണെന്ന് അറിയാമോ ചതുപ്പ് നിലം? ആർക്കെങ്കിലും അറിയാമോ? ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചതുപ്പ് നിലം ഉണ്ട് ബ്രസീലില്. അറിയില്ല? പാൻഡനാൽ എന്നാണ് കേട്ടോ. ആ ചതുപ്പ് നിലത്തിന്റെ പേരാണ് പാൻഡനാൽ. പാൻഡനാൽ എന്നാണ് ആ ചതുപ്പ് നിലത്തിന്റെ പേര് കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്തോ? ഓക്കെ, നോട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായോ? എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ആര്യ, നിഷ? മനസ്സിലായി. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് മാൾവ, ഡക്കാൻ, വിന്ധ്യ, ബേരൂർ എന്നാണ്. എല്ലാവർക്കും അറിയാവുന്നത് ഡക്കാൻ എന്നാണ്. ഡക്കാൻ പീഠഭൂമി എന്താണ് നമ്മൾ നോക്കിയതായിരുന്നു അല്ലെ? അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷന്റെ കാര്യമൊന്നും ഇല്ല ഇവിടെ. നെക്സ്റ്റ്, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി ഏതാണ്? ഹിൽ സ്റ്റേഷൻ കൊടൈക്കനാൽ ആണ് കേട്ടോ. ഡാർജിലിംഗ് ഉണ്ട്, കൊടൈക്കനാൽ ഉണ്ട്, മുസൂറി കൊടുത്തിട്ടുണ്ട്, നീലഗിരിയും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കൊടൈക്കനാലാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി. ഓക്കെ, കൊടൈക്കനാലാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി. അപ്പൊ ഹിൽ സ്റ്റേഷനുകളുടെ റാണി ആരാണ്? മസൂറി. സ്റ്റേഷനുകളുടെ റാണി മസൂറിയാണ് കേട്ടോ. ഓക്കെ, ഇനി സഞ്ചാരികളുടെ സ്വർഗം അഥവാ പറുദീസ എന്നറിയപ്പെടുന്ന താഴ്വര ഏതാ? കാശ്മീർ. കശ്മീർ താഴ്വരയാണ്
സഞ്ചാരികളുടെ സ്വർഗം അല്ലെങ്കിൽ പറുദീസ എന്നറിയപ്പെടുന്ന താഴ്വര, കശ്മീർ താഴ്വര കേട്ടോ. അപ്പൊ ദൈവത്തിന്റെ താഴ്വരയാണെങ്കിലോ, ദൈവത്തിന്റെ താഴ്വര കുളു കുളു ദൈവത്തിന്റെ താഴ്വരയാണെങ്കിൽ കുളു ആണ് അല്ലെ. ഓക്കെ, ഇനി സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി, കൊടൈക്കനാൽ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ആരാ? സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി ഊട്ടി അല്ല, മൂന്നാർ സുഖവാസ കേന്ദ്രങ്ങളുടെ കൊടൈക്കനാല്. മസൂറി മസൂറിയാണ് കേട്ടോ. സുരഭി പറഞ്ഞാണ് കറക്റ്റ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. ഓക്കെ, ഇനി അടുത്തത് മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാ? മെഡോ സോനാമാർഗ്. സോനാമാർഗ്. എവിടെയാ സ്ഥിതി ചെയ്യുന്നത് സോനാമാർഗ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ്. കാശ്മീർ ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ഓക്കെ, മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് സോനാമാർഗ്. ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ഓപ്ഷൻസ് ഞാൻ പറയാം. കൃഷ്ണ, ഓപ്ഷൻ എ കൃഷ്ണ, ഓപ്ഷൻ ബി കാവേരി, ഓപ്ഷൻ സി നർമ്മദ, ഓപ്ഷൻ ഡി മഹാനദി. ഏതാ വരിക? നർമ്മദ അല്ലേ? നർമ്മദയാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇതിനകത്ത് നമ്മള് അഡീഷണൽ ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ നർമ്മദയില് നമ്മൾ പഠിച്ചു പോയിട്ടില്ല. ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ പേര് നമ്മൾ എഴുതിയിട്ടില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, നമ്മൾ അധികം ഫേമസ് അല്ല, ഇതുവരെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല, എന്നാലും അതൊന്ന് നോട്ട് ചെയ്ത് എഴുതുക. സഹസ്രധാര വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ് കേട്ടോ. സഹസ്രധാര വെള്ളച്ചാട്ടം കേട്ടിട്ടുണ്ടോ നിങ്ങള്? സഹസ്രധാര വെള്ളച്ചാട്ടം ഇല്ല, കേട്ടിട്ടില്ല. ഇതൊന്ന് എഴുതിക്കോളൂ കേട്ടോ. സഹസ്രധാര വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. ഓക്കെ, അത് എഴുതിക്കോളൂ കേട്ടോ. സഹസ്രധാരയാണോ? സഹസ്രധാര, സഹസ്രം കേട്ടോ, സഹസ്രധാര. ഓക്കെ, മാം എന്തായാലും വെള്ളച്ചാട്ടമാണ്, വെള്ളച്ചാട്ടം കേട്ടോ. വെള്ളച്ചാട്ടം സഹസ്രധാര വെള്ളച്ചാട്ടം നർമ്മദ നദിയിലാണ്, നർമ്മദ നദിയിലാണ്. ഓക്കെ, പിന്നെ നമ്മള് നർമ്മദ പഠിപ്പിച്ചപ്പോ പറഞ്ഞതായിരുന്നു എന്താണ്? ഷിംന ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. നമ്മള് എവിടെയാണ് നർമ്മദ പതിക്കുന്നത്? നമ്മൾ പഠിച്ചിരുന്നല്ലേ, എവിടെയാ പതിക്കുന്നത് നർമ്മദ? അറബിക്കടല്. അറബിക്കടലിലാണ് നർമ്മദ പതിക്കുന്നത് അല്ലെ. ഓക്കെ, ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ? ഏതായിരുന്നു അത്? ഗൾഫ് ഓഫ് കമ്പത്ത്. ഗൾഫ് ഓഫ് കമ്പത്ത് അല്ലെ. അഴിമുഖം ഉണ്ടാക്കുന്നതോ അതെവിടെയാ? ബറൂച്ച് അല്ലെ. ബറൂച്ചിന് തെക്കായിട്ടാണ് അഴിമുഖം ഈ ഒരു നദി സൃഷ്ടിക്കുന്നത്. ആ അഴിമുഖത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് ആ ഒരു എത്രയാണ് അഴിമുഖത്തിന്റെ ആ ഒരു ഇത് വരുന്നത്, ലെങ്ത് വരുന്നതെന്ന് വെച്ചാൽ 27 കിലോമീറ്റർ ആണ് കേട്ടോ. 27 കിലോമീറ്റർ ആണ് ആ ബറൂച്ചിനടുത്തായിട്ട് നർമ്മദ സൃഷ്ടിക്കുന്ന അഴിമുഖത്തിന്റെ ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു വിസ്തീർണം വരുന്നത് 27 കിലോമീറ്റർ കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാൻ പോകുന്നേ, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഒന്നും കൂടി ഞാൻ പറയാം. സിന്ധു അല്ലെ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതാത്തവരൊന്നും എഴുതിയെടുക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി യമുന, ഓപ്ഷൻ സി സിന്ധു, ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര. ഏതാ നദി? സിന്ധു ആണ്. സിന്ധു ആണ് കേട്ടോ. സിന്ധു ആണ് കേട്ടോ. സിന്ധു ആണ്. ലേ ഏത് നദിക്കരയിലാണ്? അതായത് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ലേ ആണ്. ലേ സ്ഥിതി ചെയ്യുന്ന നദിക്കര എന്ന് പറഞ്ഞാൽ അത് സിന്ധു ആണ്. ലേ അതായത് ലേയിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടിന്റെ അഥവാ ലേ എയർപോർട്ടിന്റെ പൂർണ്ണനാമം എന്താ? ഒരു വലിയ പേരാ. എന്താ അത്?
പറഞ്ഞോളൂ ദിവ്യ ആ എയർപോർട്ടിന്റെ പേരാണ് കുഷോക് ബാക്കുല റിംപോച്ചെ എയർപോർട്ട് കേട്ടോ. കുഷോക് ബാക്കുല റിംപോച്ചെ എയർപോർട്ട് നോട്ട് ചെയ്തോളൂ കേട്ടോ. കുഷോക് ബാക്കുല റിംപോച്ചെ എയർപോർട്ട്. ഓക്കെ, KUSHOK കുഷോക്ക്. ബാക്കുല PAKULA ബാക്കുല. റിംപോച്ചെ നമ്മളെ യോദ്ധ സിനിമയിൽ കേട്ടിട്ടില്ലേ റിംപോച്ചെ? ആരുടെ പേരാ റിംപോച്ചെ അതിനകത്ത്? മോഹൻലാലിന്റെ പേര് ഉണ്ണി. ആ കുട്ടിയുടെ പേര്. കുട്ടിയുടെ പേര് റിംപോച്ചെ കേട്ടോ. അപ്പൊ ആ ഒരു പേരാണ് എന്ത് ഈ ഒരു എയർപോർട്ടിനുള്ളത് കേട്ടോ. റിംപോച്ചെ RIMPOCHE റിംപോച്ചെ എയർപോർട്ട്. ഇനി ലേ എയർപോർട്ട് അഥവാ ഈ കുഷോക് ബാക്കുല റിംപോച്ചെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതായിരിക്കും? ലഡാക്ക്. അറിയാം, നമ്മള് സിന്ധു നദി ഞാൻ പറഞ്ഞു കഴിഞ്ഞതായിരുന്നു. ലേ പട്ടണത്തെ ചുറ്റിയാണ് ഒഴുകുന്നത് അല്ലെ. ലഡാക്കിലൂടെ പ്രവേശിച്ചിട്ട് ലേ പട്ടണത്തെ ചുറ്റി ഒഴുകി LOCക്ക് സമാന്തരമായി ഒഴുകി എങ്ങോട്ടാ പോകുന്നേ? നംഗപർവ്വതത്തിനെ ചുറ്റാനായിട്ട് ചെല്ലുന്നത് അല്ലെ. നംഗപർവ്വതത്തെ ചുറ്റിയ ശേഷം ചില്ലാറിൽ വെച്ചിട്ട് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ നേരെ സമതല പ്രദേശമായ അറ്റോക്കിലേക്ക് പോകുന്നു. അറ്റോക്കിലെ ജനങ്ങൾക്ക് ധാരാളം വെള്ളം നൽകി. അവിടുത്തെ കൃഷിസ്ഥലത്തിനും അവിടെ ജനതയ്ക്കും ധാരാളം വെള്ളം നൽകിയിട്ട് എങ്ങോട്ടാ പോകുന്നേ? നിതാൻകൂട്ടിലേക്ക് പോകുന്നു അല്ലെ. നിതാൻകൂട്ടിൽ വെച്ചിട്ടാണ് സിന്ധുവിന്റെ പോഷക നദികൾ സിന്ധുവിനോട് ലയിക്കുന്നത്. പിന്നീട് കറാച്ചിയിൽ ചെല്ലുന്നു. കറാച്ചിയിൽ വെച്ചിട്ട് അറബിക്കടലിലാണ് സിന്ധു പതിക്കുന്നത്. ആ ഒരു ഫ്ലോ ഞാൻ സിന്ധുവിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ലഡാക്കിൽ വെച്ചിട്ടാണ് സിന്ധു നദി എന്ത് ചെയ്യുന്നേ? ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ലേ പട്ടണത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ചുറ്റി ഒഴുകുന്നുണ്ട്. അപ്പൊ ലേ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലഡാക്കാണ്. ഓക്കെ, അപ്പോ സിന്ധു നദി ലഡാക്ക് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തില് ലേ ജില്ലയിലൂടെ മാത്രമാണ് ഒഴുകുന്നത് കേട്ടോ. ലേ ജില്ലയിലൂടെ മാത്രം ഒഴുകിയിട്ടാണ് പിന്നീട് അത് എങ്ങോട്ട് പോകുന്നത്? ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, ലഡാക്ക് പർവ്വത നിരക്ക് കുറുകെ ഒഴുകുമ്പോൾ ജമ്മു കാശ്മീരിൽ ഗിൽജിത്തിനടുത്ത്, ഓക്കെ, അതായത് സിന്ധു ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ജമ്മു കാശ്മീരിലെ ഗിൽജിത്തിനടുത്ത്, പ്രോപ്പർ ആയിട്ട് ഗിൽജിത്ത് എന്ന് പറയുന്ന സ്ഥലം ജമ്മു ആൻഡ് കാശ്മീരിലല്ല, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ആ ഒരു ബോർഡർ ആയിട്ടാണ് വരുന്നത്. ഗിൽജിത്ത് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഗിൽജിത്തിനടുത്ത് എന്താണ്? ഒരു ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്നുണ്ട് കേട്ടോ. താഴ്വര പ്രദേശമാണ് ഈ പറയുന്നത്. ഗിരികന്ധര താഴ്വര സൃഷ്ടിച്ചിട്ടാണ് ഈ നദി ഒഴുകുന്നത് പിന്നീട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം എന്നറിയപ്പെടുന്നത് ചില്ലാർ എന്ന് പറയുന്ന വനപ്രദേശത്തൂടെയാണ്. ഈ ചില്ലാർ എന്ന് പറയുന്നത് ദർദിസ്ഥാൻ പ്രദേശത്തിനടുത്തുള്ള വനപ്രദേശമാണ്. ദർദിസ്ഥാൻ കേട്ടോ. ഓക്കെ, പാകിസ്ഥാന്റെ ഏരിയ ആണത്. ദർദിസ്ഥാൻ എന്ന് പറയുന്ന അതിനടുത്താണ് എന്ത് പറയുന്നത്? ഈ ചില്ലാർ എന്ന് പറയുന്ന വനപ്രദേശം. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ? ഓക്കെ, ഒന്നും കൂടെ പറയാ ടീച്ചറെ. ഒന്നുകൂടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചത്. ലേ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ലഡാക്ക് എന്ന് പറയുന്ന ഭരണ പ്രദേശത്താണ്. അതിന്റെ പൂർണ്ണനാമം, അതായത് ഫുൾ നെയിം എന്ന് പറയുന്നത് കുഷോക് ബാക്കുല റിംപോച്ചെ എയർപോർട്ട് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോ ലേ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം, ഈ ഒരു കുഷോക് ബാക്കുല റിംപോച്ചെ എയർപോർട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലഡാക്കിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സിന്ധു നദി ഇന്ത്യയിലെ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശത്തിലെ ലേ ജില്ലയിലൂടെ മാത്രമാണ് ഒഴുകുന്നത്. സിന്ധു നദി എങ്ങടാ? ഇവിടെ സിന്ധുവിന്റെ ക്ലാസ്സിൽ ആരൊക്കെയാ ഇല്ലാത്തത്? സിന്ധു ഞാൻ എടുത്തപ്പോൾ ഇല്ലാത്ത ആ ക്ലാസ് ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടോ? ഒരാരും കണ്ടിട്ടില്ല. ബാക്കി എല്ലാവരും കണ്ടിട്ടില്ല അല്ലെ? ഓക്കെ, അതായത് സിന്ധു എന്ന് പറയുന്ന നദി ടിബറ്റിലെ മാനസരോവർ, കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി പറയുന്നത് കേട്ടോ.
ചൈനയുടെ ഭാഗമായിട്ടുള്ള ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു ഉത്ഭവിക്കുന്നത്. സിന്ധു അവിടെ ഉത്ഭവിച്ച് ഏകദേശം കുറച്ചു ദൂരം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒഴുകുന്നുണ്ട്. 2 പേരുകളിലാണ് സിന്ധു അവിടെ അറിയപ്പെടുന്നത് കേട്ടോ. ടിബറ്റിലെ 2 പേരിലാണ് സിന്ധു അറിയപ്പെടുന്നത്. ഒന്ന് സംഗി സാങ്പോ എന്നും 2 സിംഗി കമ്പൻ എന്ന പേരിലുമാണ് ഈ നദി അവിടെ അറിയപ്പെടുന്നത്. ടിബറ്റിലെ ഒഴുകിയതിനു ശേഷം നേരെ സിന്ധു എങ്ങോട്ടാ വരുന്നേ, ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഫസ്റ്റ് ഒന്നുകൂടി പറയോ ആ പേര്? ഫസ്റ്റും ഒന്നുകൂടി പറയാം. അതായത് ടിബറ്റ് എന്ന് പറയുന്നത് ചൈന കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് ചൈനയുടെ ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. ചൈനയുടെ ഭാഗമായിട്ടുള്ള ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് ഉത്ഭവിച്ച് കുറച്ചു ദൂരം എന്ത് ചെയ്യുന്നുണ്ട്, ടിബറ്റിലൂടെ സിന്ധു ഒഴുകുന്നുണ്ട്. അവിടെ ഒഴുകുമ്പോൾ ടിബറ്റൻ ജനത ആ നദിയെ വിളിക്കുന്ന പേര് സിന്ധു നദി എന്നല്ല, മറിച്ച് സംഗി സാങ്പോ, സിംഗി കമ്പൻ എന്നീ 2 പേരുകളിലാണ് ടിബറ്റൻ ജനത ആ നദിയെ വിളിക്കുന്നത്. തുടർന്ന് അവിടെ ഒഴുകിയതിനു ശേഷം നേരെ വരുന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിലേക്ക് ഈ നദി പ്രവേശിക്കുന്നത് ലഡാക്ക് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തൂടെയാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇന്ത്യയുടെ മാപ്പില് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ഒന്ന് ലഡാക്ക്, മറ്റൊന്ന് ജമ്മു ആൻഡ് കാശ്മീർ. അതിനകത്ത് നിങ്ങൾ നോക്കുക, ഒരു ഡയറക്ഷൻ നോക്കുക. കാരണം ഈസ്റ്റ് ആണ് അല്ലെ, ടിബറ്റ് ചൈന എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗം, ടോപ്പ് മോസ്റ്റിലുള്ള, അതായത് ഒരു നോർത്ത് ഈസ്റ്റ് ഭാഗമായിട്ടാണ് അത് കാണപ്പെടുന്നത്, ഒരു ചൈന ടിബറ്റ് ഒക്കെ. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു ലഡാക്കിലേക്ക് കടക്കുന്നു. ലഡാക്കിലേക്ക് കടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ ലഡാക്കിലെ ലേ ജില്ലയെ ചുറ്റിയാണ് എന്തൊഴുകുന്നത്, സിന്ധു ഒഴുകുന്നത് കേട്ടോ. ലേ ജില്ലയെ ചുറ്റിയാണ് സിന്ധു ഒഴുകുന്നത്. ഈ ലേ ജില്ലയിലാണ് ഏത് എയർപോർട്ട് ഉള്ളത്, കുഷോക് ബാക്കുല റിംപോച്ചെ എയർപോർട്ട് അഥവാ ലേ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഏത് നദിയുടെ തീരത്താണ് ഈ എയർപോർട്ട് എപ്പോ ഉണ്ടാവും. ഷിംനെ ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ, ഷിംനെ മ്യൂട്ട് ചെയ്യൂ. അപ്പോ ഈ ഒരു എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണെന്ന് വെച്ചാൽ ഏത് നദിയാ, അത് സിന്ധു നദിയുടെ തീരത്താണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയറാ. ഓക്കെ, അപ്പൊ സിന്ധു നദി ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്നു. അവിടെ നിന്ന് എന്താണ്, സിന്ധു നേരെ വെസ്റ്റ് ഫ്ലോയിങ് ആണ് കേട്ടോ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് എന്ത്, സിന്ധു എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക, പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോൾ ലഡാക്കിലോട്ട് കടന്നു, അവിടെ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് എന്ന് പറയുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ എത്തുന്നു. ജമ്മു ആൻഡ് കാശ്മീരിലെ LOC അഥവാ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, പാകിസ്ഥാന്റെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും സൈനിക അതിർത്തിയാണ് എന്ത്, ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതിന് പാരലൽ ആയിട്ടാണ് സിന്ധു പിന്നോട്ട് ഒഴുകുന്നത്, പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. എന്താ അത് റാഡ്ക്ലിഫ് ലൈൻ അല്ലേ? എന്താണ് കേട്ടില്ല? റാഡ്ക്ലിഫ് ലൈൻ അല്ലേ അത്, സൈനിക അതിർത്തി? സൈനിക അതിർത്തിയാണ് മോനെ, സൈനിക അതിർത്തിയാണ് LOC ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു ബോർഡറിലാണ് എന്ത് വരുന്നത്, അതിന് പാരലൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുകുന്നുണ്ട്. അതിനുശേഷം ഒഴുകിയിട്ട് എങ്ങോട്ടാ പോകുന്നേ, ഒരു പർവ്വതം ഉണ്ട് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് വെസ്റ്റ് ഭാഗത്തായിട്ട് ഒരു പർവ്വതം ഉണ്ട്. ആ പർവ്വതത്തിന്റെ പേരാണ് നങ്ക പർവ്വതം കേട്ടോ. നങ്ക പർവ്വതം എന്നാണ് ആ പർവ്വതത്തിന്റെ പേര്. അതിനെ ചുറ്റിയിട്ടാണ് എന്തൊഴുകുന്നത്, പിന്നീട് സിന്ധു ഒഴുകുന്നത്. ഓക്കെ, നങ്ക പർവ്വതത്തെ ചുറ്റി ഒഴുകുന്നതിന് ശേഷം ഇന്ത്യയിലെ ഫ്ലോ സിന്ധുവിന്റെ അവസാനിക്കുന്നു. ഇന്ത്യയിലൂടെ ഒഴുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ നങ്ക പർവ്വതത്തെ ചുറ്റുമ്പോഴാണ് അതോടെ അവസാനിക്കുന്നത്. പിന്നീട് നങ്ക പർവ്വതത്തെ ചുറ്റിയതിന് ശേഷം എന്താണ്, പാകിസ്ഥാനിലേക്ക് സിന്ധു കടക്കുകയാണ്. ചില്ലാർ എന്ന് പറയുന്ന വനപ്രദേശം, ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു, ചില്ലാർ എന്ന് പറയുന്ന വനപ്രദേശം, അതായത് പാകിസ്ഥാന്റെ തന്നെ ദർദിസ്ഥാൻ ഏരിയയുടെ ഭാഗമായിട്ടുള്ള ചില്ലാർ വനപ്രദേശത്തോടു കൂടിയാണ് സിന്ധു പാകിസ്ഥാനിൽ പ്രവേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു വനപ്രദേശത്തെ ഏകദേശം ഒഴുകിയതിനു ശേഷം പിന്നീട് എന്ത് ചെയ്യാണ്, പിന്നീട് പാകിസ്ഥാനിലേക്ക് കൂടുതലായിട്ട് ഒഴുകാൻ ആരംഭിക്കുകയാണ്.
അത് നേരെ പാകിസ്ഥാന്റെ സമതല പ്രദേശമായിട്ടുള്ള അറ്റോക്കിലേക്ക് വരുന്നു. ഓക്കെ, പാകിസ്ഥാന്റെ സമതല പ്രദേശമായിട്ടുള്ള അറ്റോക്കിലേക്ക് വരുന്നു. അവിടെയുള്ള ജനങ്ങൾക്കും അവിടെയുള്ള കൃഷിസ്ഥലത്തിനും ധാരാളം വെള്ളം ലഭ്യമാക്കിക്കൊണ്ട്, സമതല പ്രദേശമാണ്, നമ്മുടെ ഉത്തര മഹാസമതലം പോലെ തന്നെയുള്ള ഒരു പ്രദേശമാണ് പാകിസ്ഥാനിലെ അറ്റോക്ക് എന്ന് പറയുന്നത്. അവിടെ ജലം ലഭ്യമാക്കിക്കൊണ്ട് സിന്ധു ഒഴുകുന്നു. അതിനുശേഷം നേരെ താഴെ മിഥാൻകോട്ട്, പിന്നീട് തെക്കോട്ടാ വരുന്നത് കേട്ടോ. ഓക്കെ, ആദ്യം ഈസ്റ്റിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് വെസ്റ്റ് ഫ്ലോയിങ് ഒഴുകി പിന്നീട് പാകിസ്ഥാനിലേക്ക് കിടക്കുമ്പോൾ നേരെ താഴോക്ക വരുന്നത് കേട്ടോ. താഴേക്ക് വരുന്നു, മിഥാൻകോട്ടിലെത്തുന്നു. മിഥാൻകോട്ട് എന്ന് പറയുന്നത് സിന്ധുവിന്റെ 5 പോഷക നദികളൊക്കെ കൂടി എന്താണ് ഇവിടെ വെച്ചിട്ടാണ് ഒന്നിച്ച് എല്ലാരും കൂടി എന്ത് ചെയ്യുന്നത്, മിക്സ് ആവുന്നത് കേട്ടോ. അതായത് ഇതിനെ ഈ പോഷക നദികളെയൊക്കെ കൂടി, ഏതൊക്കെയാ പോഷക നദികള്? ചലം, ചിനാബ്, സത്ലജ്, ബിയാസ്, രവി. 5 നദികൾ എന്ത് ചെയ്യുന്നുണ്ട്, വന്ന് ചേരുന്നുണ്ട് മിഥാൻകോട്ടിൽ വെച്ചിട്ട്. മിഥാൻകോട്ട് എന്ന് പറയുന്നത് പണ്ടത്തെ പഞ്ചാബ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന ഒരു സ്ഥലമാണ്. അത് ഇന്നത്തെ പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി മിഥാൻകോട്ടിൽ നിന്ന് അറ്റ് ലാസ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? കറാച്ചിയിലേക്ക് ചെല്ലുന്നു. കറാച്ചി എന്ന് പറയുന്നത് സിന്ധു നദിയുടെ തുറമുഖ നഗരമാണ്. കറാച്ചിയിൽ വെച്ചിട്ടാണ് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നത്. ഇപ്പൊ ഉത്ഭവം തുടങ്ങി പതനം വരെയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇതിന്റെ ഒരു ടോട്ടൽ ഫ്ലോ എന്ന് പറയുന്നത് 3180 കിലോമീറ്റർ ആണ് കേട്ടോ. ടോട്ടൽ ലെങ്ത്, സിന്ധുവിന്റെ ആകെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 3180 ആണ്. ഇനി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എന്ന് പറയുന്നത് 709 കിലോമീറ്റർ ആണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഇതിനകത്താ. ഞാനിപ്പോ ഇത്രയും ഒരു സ്ഥലങ്ങളുടെ പേര് പറഞ്ഞല്ലോ. എവിടെയാ കൂടുതല്? പാകിസ്ഥാനിലാണ് കേട്ടോ. പാകിസ്ഥാനിലാണ് ഈ നദി കൂടുതലായിട്ട് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ദേശീയ നദി, പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണെന്ത്? സിന്ധു നദി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഇനി അതുകൂടാതെ ഇന്ത്യയില് ഇത് 2 സ്ഥലത്തൂടി മാത്രമേ ഒഴുകുന്നുള്ളൂ. അത് കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലഡാക്കിലൂടെയും ജമ്മു ആൻഡ് കാശ്മീരിലൂടെയും ആണ്. പിന്നെ ആകെ ഒഴുകുന്ന രാജ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനിപ്പോ ഒരു ഡയറക്ഷൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും. ഏതൊക്കെ രാജ്യങ്ങളിലൂടെ ഒഴുകുന്നേ? ചൈന, ഇന്ത്യ, നേപ്പാൾ, ഇന്ത്യ, പാകിസ്ഥാൻ. അങ്ങനെയാണ് സിന്ധുവിന്റെ ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ കുറെ അധികം സവിശേഷതകളുണ്ട് സിന്ധുവിന്. എന്താണ്? ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ്. അറബിക്കടലിൽ പഴുകുന്ന ഏക നദി. ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിയ, ഞാൻ ഉപഭൂഖണ്ഡത്തിന്റെ കാര്യം കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞ ദിവ്യ എന്നാ. ഉപഭൂഖണ്ഡത്തിൽ എത്ര രാജ്യങ്ങളാണ് ഇന്ത്യ ഉൾപ്പെടെ? 7 രാജ്യങ്ങൾ. 7 രാജ്യങ്ങൾ അല്ലേ? ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. പാകിസ്ഥാൻ, ഇന്ത്യ. ആദ്യം ഇന്ത്യ തുടങ്ങും കേട്ടോ. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, നേപ്പാൾ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, പിന്നെ ഏതാണ്? ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. ഈ ഇന്ത്യ ഉൾപ്പെടെ 7 രാജ്യങ്ങൾ കൂടി പറയുന്ന പേരാണെന്ത്? ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഉപഭൂഖണ്ഡത്തിലെ തന്നെ എന്താണ്? ഏറ്റവും വലിയ നദിയാണ്. അതായത് ഈ 7 രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ നദിയാണെന്ത്? സിന്ധു നദി എന്ന് പറയുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി എന്ന് വിശേഷിപ്പിക്കാനായിട്ട് കാരണം. ഈ രാജ്യങ്ങളിൽ സിന്ധുവിനേക്കാളും വലിയ നദികൾ വേറൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് അത് ഉപഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും വലിയ നദിയാകുന്നത്. അതുപോലെ ഏതാ പറയണ്ടേ? ഭൂഖണ്ഡത്തിന്റെ 7 ഭൂഖണ്ഡത്തിന്റെ 7 ഉപഭൂഖണ്ഡം. അതായത് ഇന്ത്യ ഉൾപ്പെടെ 7 രാജ്യങ്ങൾ ചേർന്നതാണ് ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 7 രാജ്യങ്ങൾ ചേർന്നതാണ് ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അതിനകത്ത് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്ത്യ എഴുതാം. ഇന്ത്യ, രണ്ടാമത്തത് പാകിസ്ഥാൻ, പാകിസ്ഥാൻ, 3 നേപ്പാൾ, 4 ഭൂട്ടാൻ, 5 ബംഗ്ലാദേശ്,
6 ശ്രീലങ്ക, 7 മാലിദ്വീപ് കേട്ടോ. അത്രയുമാണ് എന്ത് ആ ഒരു ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ എന്താണ് ഏറ്റവും വലിയ അല്ലെ, ഏറ്റവും വലിയ നദിയാണ് എന്ത് സിന്ധു എന്ന് പറയുന്നത്. അതുകൂടാതെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി, അതായത് ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള കൂടി ഒഴുകുന്ന നദി ഏതാന്ന് വെച്ചാൽ അത് സിന്ധുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം നമ്മൾ പറഞ്ഞപ്പോ ഈ 7 രാജ്യങ്ങൾ പറഞ്ഞപ്പോ ഏറ്റവും പടിഞ്ഞാറ് ഭാഗം, അതായത് പാകിസ്ഥാന്റെ ഭാഗത്തൂടെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഫ്ലോയിങ് ആണ്. അപ്പൊ ആ ഒരു പടിഞ്ഞാറുള്ള നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. പിന്നെ അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയാണെന്ത് സിന്ധു നദി എന്ന് പറയുന്നത് കേട്ടോ. അറബിക്കടലിൽ പതിക്കുന്നു, പിന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ്. ബാക്കി 2 നദികളും എങ്ങോട്ടാ ഒഴുകുന്നത്? ബാക്കി 2 നദികളും ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഒഴുകി പോകുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് സിന്ധുവിനെ കുറിച്ച്. വേറെ അഡീഷണൽ ആയിട്ടുണ്ട്. ഏറ്റവും വലിയ പോഷക നദി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാ ഏറ്റവും വലിയ പോഷക നദി? ചിനാബ്. ചിനാബാണ്. ഏറ്റവും ചെറുതാണെങ്കിലോ? ബിയാസ്. അതൊക്കെ അറിയാലോ നിങ്ങക്ക്. ഓക്കെ മാം, സിന്ധുവിന്റെ പോഷക നദികൾ ഏതൊക്കെ ഒന്നും കൂടി പറഞ്ഞുതരൂ. സിന്ധുവിന്റെ പോഷക നദികള് ചലം, സത്ലജ്, ചിനാബ്, ബിയാസ്, രവി. ഒന്നുകൂടി പറയാം. ചലം, സത്ലജ്, ചിനാബ്, ബിയാസ്, രവി. ബിയാസ് കഴിഞ്ഞിട്ട് എന്താ ലാസ്റ്റ് വണ്? ബിയാസ്, രവി. രവി രവി രവി. രവി രവി. ഓക്കെ. സിന്ധു നദി ഇന്ത്യയിൽ എത്ര കിലോമീറ്റർ ഒഴുകുന്നെന്ന് പറഞ്ഞ? 709 കേട്ടോ. 709 709 709 കിലോമീറ്റർ ആണ് ഒഴുകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ എന്നാ. പറയട്ടെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ഇത് കഴിഞ്ഞോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? മൺസൂൺ എന്ന വാക്ക് അറബി. ഓപ്ഷൻ എ അറബി, ഓപ്ഷൻ ബി ലാറ്റിൻ, ഓപ്ഷൻ സി ഇംഗ്ലീഷ്, ഓപ്ഷൻ ഡി സംസ്കൃതം. അങ്ങനെയാണ് ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോ അറബി എന്ന ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്ത് മൺസൂൺ എന്ന വാക്ക്. മൗസിം എന്ന അറബ് പദത്തിൽ നിന്നുമാണ് മൺസൂൺ എന്ന പദം രൂപം കൊണ്ടത്. ഓക്കെ, മൗസിം എന്ന അറബ് പദത്തിൽ നിന്നുമാണ് മൺസൂൺ എന്ന പദം രൂപം കൊണ്ടത്. മൗസിം എന്ന വാക്കിനർത്ഥം ഋതുക്കൾ എന്നാണ് കേട്ടോ. കാലാവസ്ഥ. എന്താ? കാലാവസ്ഥ. കാലാവസ്ഥ. മൗസിം എന്ന വാക്കിനർത്ഥം ഋതുക്കൾ എന്നാണ്. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി കണ്ടെത്തിയ ഗ്രീക്ക് നാവികൻ ആരാണ്? ഹിപ്പാലസ് ആണ് കേട്ടോ. മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി കണ്ടെത്തിയ ഗ്രീക്ക് നാവികൻ ഹിപ്പാലസ് ആണ്. ഇനി മൺസൂണിന്റെ രൂപം കൊള്ളലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? മൺസൂണിന്റെ രൂപം കൊള്ളലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? 3 ഘടകങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. മൺസൂണിന്റെ രൂപം കൊള്ളലിനെ സ്വാധീനിക്കുന്ന ഏതൊക്കെയാ അത്? ആരെങ്കിലും ഒരാൾ പറയാം. ഭൂമിയുടെ ഭ്രമണം. സൂര്യന്റെ അയനം കേട്ടോ. ഫസ്റ്റ് വൺ സൂര്യന്റെ പ്രഭാവം. പിന്നെ അതായത് താപനത്തിലെ വ്യത്യാസങ്ങള്, അതായത് താപനിലയിലുള്ള വ്യത്യാസങ്ങള്, കോറിയാലിസ് പ്രഭാവം. അങ്ങനെ 3 പോയിന്റ്സ് ആണ് എന്ത് മൺസൂണിന്റെ രൂപം കൊള്ളലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പൊ സൂര്യന്റെ അയനമുണ്ട്, താപനത്തിലെ വ്യത്യാസങ്ങളുണ്ട്, അതുകൂടാതെ കോറിയാലിസ് പ്രഭാവം. ഈ 3 എണ്ണമാണ് എന്ത് മൺസൂണിന്റെ രൂപം കൊള്ളലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്തോ എല്ലാവരും? ഒന്നും കൂടി പറയാം മിസ്. ഓക്കെ, ഞാൻ ചോദ്യം ആൻസർ ഒന്നും കൂടി പറയാം. മൺസൂണിന്റെ രൂപം കൊള്ളലിനെ, അതായത് ഈ മൺസൂൺ രൂപം കൊള്ളുമല്ലോ, നമ്മൾ പറയുമല്ലോ ഈ മഴയൊക്കെ വരുന്നത്, അതിന്റെ രൂപം കൊള്ളലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. മൺസൂണിന്റെ രൂപം കൊള്ളലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങള്: 1 സൂര്യന്റെ അയനം,
ഒന്നെന്ന് പറയുന്നത് സൂര്യന്റെ അയനമാണ്. 2 താപനത്തിലെ വ്യത്യാസങ്ങൾ. 2 എന്താണ്? താപനത്തിലെ വ്യത്യാസങ്ങൾ. 3 കോറിയാലിസ് പ്രഭാവം. 3 എന്താണ്? കോറിയാലിസ് പ്രഭാവം. കോറിയാലിസ് പ്രഭാവം. ഓക്കെ. ഇനി മൺസൂൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മൺസൂൺ എന്നത് ഒരു വർഷത്തിൽ കാറ്റിന്റെ ദിശയിലുള്ള കാലാനുസൃതമായ വ്യതിയാനത്തെയാണ് മൺസൂൺ എന്ന് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്നും കൂടി പറയാം. ഒരു വർഷത്തില് കാറ്റിന്റെ ദിശയിലുള്ള കാലാനുസൃതമായ വ്യതിയാനമാണ് മൺസൂൺ സൂചിപ്പിക്കുന്നത്. ഓക്കെ. മിസ് ഒന്നും കൂടെ പറയും. ഒന്നുകൂടി പറയാം കേട്ടോ. മൺസൂൺ എന്നത് ഒരു വർഷത്തിൽ കാറ്റിന്റെ ദിശയിലുള്ള, മൺസൂൺ എന്നത് ഒരു വർഷത്തിൽ കാറ്റിന്റെ ദിശയിലുള്ള കാലാനുസൃതമായ വ്യതിയാനത്തെ സൂചിപ്പിക്കുന്നു. മൺസൂൺ എന്നത് ഒരു വർഷത്തിൽ കാറ്റിന്റെ ദിശയിലുള്ള കാലാനുസൃതമായ വ്യതിയാനത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ഓക്കെ, കാൽബൈശാഖി എന്നത് എന്താണ്? കാൽബൈശാഖി. ഓപ്ഷൻ എ കാറ്റ്, ഓപ്ഷൻ ബി നൃത്തം, ഓപ്ഷൻ സി മേഘം, ഓപ്ഷൻ ഡി ഉത്സവം. കാറ്റാണെന്ത്? കാൽബൈശാഖി അല്ലെ? ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രശ്നമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമായതാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അതും അറിയാം, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം? ജിം കോർബറ്റ്. ഇന്ത്യയിലെ ഏറ്റവും ഉള്ള ദേശീയോദ്യാനം ഏതാണ്? ഏത് നാഷണൽ പാർക്കാണ് ഏറ്റവും ഉയരത്തിലുള്ളത്? കാഞ്ചൻജംഗയാണ് കേട്ടോ. കാഞ്ചൻജംഗ നാഷണൽ പാർക്കാണ് കേട്ടോ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. എവിടെയാണ് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക്? സിക്കിമിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ടോ. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സിക്കിം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനമാണ് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സിക്കിം. ഓക്കെ, നമ്മള് കൻഹ ദേശീയോദ്യാനം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കൻഹ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തൊക്കെ പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? നർമ്മദയുടെ നദീതീരം അല്ലെ? മധ്യപ്രദേശ്. വേറൊരു പോയിന്റ് ഉണ്ട്, ഞാൻ ആദ്യം വായിക്കാം, നിങ്ങളൊന്ന് ജസ്റ്റ് കേൾക്കുക, അത് കഴിഞ്ഞിട്ട് നോട്ട് എഴുതിയാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞു തരാം, ഒന്നിക്കുള്ളിൽ തവണ ഞാൻ പറഞ്ഞു തരാം. വംശനാശത്തിന്റെ വക്കിലെത്തിയ ബാരാസിംഗ. ബാരാസിംഗ എന്ന് പറയുന്നത് ഒരു മാൻവർഗത്തിന്റെ പേരാണ് കേട്ടോ. ബാരാസിംഗ എന്ന മൃഗത്തെ പ്രത്യേക സംരക്ഷണ പ്രവർത്തികളുടെ ഫലമായി തിരികെ കൊണ്ടുവന്ന ദേശീയോദ്യാനമാണിത് കൻഹ ദേശീയോദ്യാനം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയാം. വംശനാശത്തിന്റെ വക്കിലെത്തിയ ബാരാസിംഗ. ബാരാസിംഗ എന്ന് പറയുന്നത് മാൻവർഗമാണ്. എന്ന മൃഗത്തെ പ്രത്യേക സംരക്ഷണ പ്രവർത്തികളുടെ ഫലമായി തിരികെ കൊണ്ടുവന്ന ദേശീയോദ്യാനമാണ് കൻഹ ദേശീയോദ്യാനം. പിടികിട്ടിയോ? ബാരാസിംഗ. ബാരാസിംഗ എന്നാണ് കേട്ടോ. BARASNSINGA. ബാരാസിംഗ. അതൊരു മാൻവർഗമാണ്. മാൻവർഗത്തിന്റെ പേരാണ് ബാരാസിംഗ. അപ്പൊ ആ ഒരു മൃഗത്തെ
പ്രത്യേകം സംരക്ഷണം കൊടുത്തുകൊണ്ട് എന്താണ് ഈ ഒരു ദേശീയോദ്യാനത്തിൽ വെച്ചിട്ടാണ് അവരെന്താണ് അവർക്കൊരു പുനരുജ്ജീവനം കൊടുത്തത്, ഒരു റീഹാബിലിറ്റേഷൻ കൊടുത്തത് ഈ കൻഹ ദേശീയോദ്യാനത്തിൽ വെച്ചിട്ടാണ്. ഏത് മൃഗമാണെന്ന് ചോദിച്ചാല് ബാരാസിംഗ എന്ന മാൻവർഗത്തെ കേട്ടോ. ഒന്നുകൂടി ഒന്ന് പറയോ? ഒന്നുകൂടി പറയാം. വംശനാശത്തിന്റെ വക്കീലെത്തിയ ബാരാസിംഗ, ബ്രാക്കറ്റിൽ കൊടുക്കാം, മാൻവർഗം എന്ന് കൊടുക്കുക കേട്ടോ, എന്ന മൃഗത്തെ പ്രത്യേക സംരക്ഷണ പ്രവർത്തികളുടെ ബലമായി തിരികെ കൊണ്ടുവന്ന ദേശീയോദ്യാനമാണ് കൻഹ ദേശീയോദ്യാനം. ഓക്കെ, കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉത്തരാർദ്ധഗോളത്തിൽ, നിങ്ങൾ എഴുതിയെടുക്കാം കേട്ടോ. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? തെക്ക്. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. തെക്ക് കൊടുത്തിട്ടുണ്ട്, വടക്ക് കൊടുത്തിട്ടുണ്ട്, പടിഞ്ഞാറ് കൊടുത്തിട്ടുണ്ട്, കിഴക്ക്. തെക്ക് ഭാഗത്തായിട്ടാണ് കേട്ടോ. ഉത്തരാർദ്ധഗോളത്തിലെ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ, നിങ്ങൾ ആ ഒരു അറ്റ്ലസ് നോക്കിയാൽ അറിയാം, വേൾഡ് അറ്റ്ലസ് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഏത് ഭാഗത്തായിട്ടാണ് ഇന്ത്യ കിടക്കുന്നതെന്ന്. തെക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യ കിടക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിലുള്ള ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് ഇന്ത്യൻ ഉപഭൂഖണ്ഡം, അതായത് ആ ഒരു മാപ്പ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മില് എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? 20, 25, 30, 35. 30 ആണ് കേട്ടോ. 30 ഡിഗ്രിയുടെ വ്യത്യാസമാണ് വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിലുള്ളത്. ഏതിലാണെന്ന് വെച്ചാല് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില്. ഓക്കെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7 രാജ്യങ്ങൾ അടങ്ങിയതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയാൽ നിർമ്മിതമായിട്ടുള്ള ഒരു പർവ്വത നിരയുണ്ട്. ആ പർവ്വത നിരയുടെ പേരെന്താ? ഹിന്ദുകുഷ് പർവ്വത നിര എന്നാണ് അതിന്റെ പേര് കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആ ഒരു അതിർത്തി നിർണ്ണയിക്കുന്നത് പ്രകൃതിയാൽ നിർമ്മിതമായിട്ടുള്ള ഹിന്ദുകുഷ് പർവ്വത നിരയുടെ സാന്നിധ്യമാണ്. ഓക്കെ, ഇനി അടുത്തത് ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? അറിയാലോ, ത്രികോണാകൃതിയാണ് എന്ത് ഡെക്കാൻ പീഠഭൂമിക്ക് അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂപ്രകൃതി വിഭാഗം? ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂപ്രകൃതി വിഭാഗം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ഓപ്ഷൻ ഞാൻ വായിക്കാം കേട്ടോ. താപ്തി, സിന്ധു, പെരിയാർ, ഗംഗ. ഗംഗ കേട്ടോ, ഗംഗ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 82.5 ഡിഗ്രി. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ഓപ്ഷൻ ഞാൻ വായിക്കാം. 20, 25, 30, 35. 30 ആണ് കേട്ടോ. 30 ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത്.
ഭൂമിയുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ഓക്കെ, ഭൂമിയുടെ നോർത്ത് പോളിനെയും അതുപോലെ തന്നെ സൗത്ത് പോളിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് നമ്മൾ എന്ത് പറയുന്നത്, രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രേഖയാണെന്ത്, രേഖാംശ രേഖകൾ കേട്ടോ. സമയം കണക്കാക്കാനായിട്ട് ഉപയോഗിക്കുന്ന രേഖയാണെന്ത്, രേഖാംശ രേഖകള്. അടുത്തടുത്ത രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയ വ്യത്യാസമാണ് 4 മിനിറ്റ്. അടുത്തടുത്ത 2 രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത് 4 മിനിറ്റ് ആണ് കേട്ടോ. 4 മിനിറ്റ്. 5:30 ഏതാ? 5:30 ഇന്ത്യൻ സമയം 5 മണിക്കൂർ മുന്നിലാണെന്നല്ലേ പറയുന്നേ? 5:30 ഉദ്ദേശിക്കുന്നേ, അത് 5:30 കേട്ടോ. ഓക്കെ. 2 രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ചോദിച്ചാൽ അത് 4 മിനിറ്റ് ആണ് കേട്ടോ. 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് വ്യത്യാസത്തിലാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്? ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം 82 അല്ലെ? എത്രയാണ്? 82 ഡിഗ്രി 30 കിഴക്ക് രേഖാംശ രേഖ കേട്ടോ. ഓക്കെ, 82.5 ഡിഗ്രി ഈസ്റ്റ് എന്നാ പറയാ കേട്ടോ. ഓക്കെ, ഇതിലൂടെയാ കടന്നു പോകുന്നേ? ഇന്ത്യൻ മാനക സമയം കടന്നു പോകുന്ന ഇതിലൂടെയാണ്. ഒരു സംസ്ഥാനമുണ്ട്, ഒരു സ്ഥലവുമുണ്ട്, നിർണയിക്കും. എവിടെയാ? മിർസാപൂർ കേട്ടിട്ടുണ്ടോ? മിർസാപൂർ കേട്ടോ. മിർസാപൂർ സ്ഥലത്തിന്റെ പേരാണ് മിർസാപൂർ കേട്ടോ. ഓക്കെ, സംസ്ഥാനം ഏതാ? സംസ്ഥാനം ഉത്തർപ്രദേശ് കേട്ടോ. ഉത്തർപ്രദേശിലെ മിർസാപൂരിലൂടെയാണ് ഇന്ത്യൻ മാനക സമയം കടന്നു പോകുന്നത്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര? ആരവല്ലി. ആരവല്ലി. ഓക്കെ, ആരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതാ? പഠിച്ചതല്ലേ? കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതാ? ഡെക്കാൻ പീഠഭൂമിയുടെ പൂർവഘട്ടം. ഓക്കെ, പൂർവഘട്ടമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? ഓപ്ഷൻ ഞാൻ പറയാം: നർമ്മദ, പെരിയാർ, മഹാനദി, സിന്ധു. മഹാനദി. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി? ചിനാബ്, ബിയാസ്, ചലം, രവി. ചിനാബാണ് കേട്ടോ. ചിനാബ്. ഇനി ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5.5 മണിക്കൂർ. 5.5 മണിക്കൂറാണ് മുന്നിൽ അല്ലെ? ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പർവ്വതനിര ഏതാ? ആരവല്ലിയാണ് കേട്ടോ. ഓക്കെ, അപ്പോ മടക്കു പർവ്വതമായി പ്രാചീന കാലത്ത് രൂപം കൊണ്ട ആരവല്ലി വിവിധ തരം അപക്ഷയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇപ്പോൾ അവശിഷ്ട പർവ്വതമായിട്ട് മാറി കേട്ടോ. അപ്പൊ ആദ്യകാലത്ത് എന്താണ്? മടക്ക് പർവ്വതമായിട്ടാണ് അത് രൂപപ്പെട്ടത്. പക്ഷെ എന്താണ്? പലതരം അപക്ഷയ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഫലമായിട്ട് ഇപ്പോഴെന്തായിട്ട് മാറിയത്? അവശിഷ്ട പർവ്വതമായിട്ട് മാറി. എന്ത്? ആരവല്ലി കേട്ടോ. ഓക്കെ, എവിടെയാണ് സ്ഥാനം? ആരവല്ലിയുടെ സ്ഥാനം എവിടെയാ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നണല്ലോ. വടക്ക് പടിഞ്ഞാറ്. പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി കേട്ടോ. മാൾവാ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറാണ് ആരവല്ലി. ഓക്കെ, ഇനി ആരവല്ലി പർവ്വതനിര ഒരു സംസ്ഥാനത്തെ വേർതിരിക്കുന്നുണ്ട് വടക്കും കിഴക്കുമായിട്ട്. ഏത് സംസ്ഥാനത്തെയാ? രാജസ്ഥാനെ കിഴക്കൻ രാജസ്ഥാൻ എന്നും പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നും വേർതിരിക്കുന്നത് ഈ ആരവല്ലി എന്ന് പറയുന്ന പർവ്വതനിരയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെക്കാൻ പീഠഭൂമിയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്?
ആനമുടി. ആനമുടിയാണ് ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അല്ലെ. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചിട്ട് 2 എക്സ്പ്ലനേഷൻ ഉണ്ട്. ഒന്ന് ഇല്ല, നിങ്ങൾക്ക് തരാത്ത പോയിന്റ്സ് ആണെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. 1882, അതായത് 1882 ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ ആണ് ആനമുടിയുടെ ഉയരം ആദ്യമായിട്ട് രേഖപ്പെടുത്തിയത്. ആനമുടിയുടെ ഉയരം എത്രയാ പിള്ളേരെ? 2695 മീറ്റർ അല്ലേ? അതെ. അപ്പൊ അത് ആദ്യമായിട്ട് ആ ഉയരം കണക്കാക്കിയ ആളെന്ന് പറയുന്നത് ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ ആണ്. ഇംഗ്ലീഷുകാരനാണ് കേട്ടോ. 1882, 1882 ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ. ഓക്കെ. ആനമല, ഏലമല, എന്താ മോളെ? ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ. ഡഗ്ലസ്, DUGLUS, ഡഗ്ലസ് ഹാമിൽട്ടൺ, HAMILTON, ഹാമിൽട്ടൺ. ഇയർ ഏതാ? ഇയർ 1882, 1882 കേട്ടോ. ഓക്കെ. ഇനി ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ് കേട്ടോ. ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ് കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചതായിരുന്നു. CRT-യിലുള്ള ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. ഓർമ്മയുണ്ടാന്ന് നോക്കാം. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തെ എന്താ പറയുന്നത്? വൃഷ്ടിപ്രദേശം. ഓർമ്മയുണ്ടല്ലേ അപ്പൊ? ഓക്കെ. അപ്പൊ വലിയ നദികളുടെ വൃഷ്ടിപ്രദേശത്തെ നമ്മൾ എന്ത് പറയും? ആണോ? നദീവ്യൂഹം. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളെ പറയുന്നത് അല്ലെ. അപ്പൊ ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശത്തെ ആണെങ്കിലോ? നീർത്തടം അല്ലെ. ഓക്കെ. അപ്പൊ എന്താ നീരൊഴുക്ക്? നീരൊഴുക്ക് എന്താ? നീരൊഴുക്ക് ഞാൻ പറഞ്ഞു തന്നായിരുന്നു ഇത് പറയുമ്പോൾ, ഇല്ലേ? ഓർമ്മയില്ല ആർക്കും നീരൊഴുക്ക്? കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്കിനെയാണ് എന്ത് പറയുന്നത്? നീരൊഴുക്ക് എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടോ? അത് നോട്ട് ചെയ്തിട്ടില്ല ആരും? പറയുന്നില്ലല്ലോ ആരും ഒന്നും? അത് നോട്ട് ചെയ്തിട്ടില്ല മിസ്. കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്കാണെന്ത്? നീരൊഴുക്ക് എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള, മറന്നുപോയി ഷിജിൻ വർഗീസ്, കൃത്യമായ ചാലുകളിലൂടെ ജലം ഒഴുകുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? നമ്മള് നീരൊഴുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ കുറെ നദികൾ എന്ത് ചെയ്യുന്നുണ്ട്? നീരൊഴുക്ക് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ തന്നെ എന്താവും? ഒരു വലിയ തരം ശൃംഖലയാവും അവിടെ. അതിനെയാണ് എന്ത് പറയുന്നത്? നീരൊഴുക്ക് ശൃംഖല എന്ന് പറയുന്നത് കേട്ടോ. നീരൊഴുക്കുകളുടെ ശൃംഖലയെയാണ് എന്ത് പറയുന്നത്? നീരൊഴുക്ക് ശൃംഖല എന്ന് പറയുന്നത്. നീരൊഴുക്ക് എന്ന് പറഞ്ഞാല് കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്കാണ്. ഒരു പ്രദേശത്തെ നീരൊഴുക്ക് മാതൃക നിശ്ചയിക്കുന്നത് പല ഘടകങ്ങൾ മുഖേനയാണ്. ഏതൊക്കെയാണത്? ഒരു പ്രദേശത്തെ നീരൊഴുക്ക് മാതൃക നിശ്ചയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാ? ഭൂമിയുടെ ഘടന. ഒരു 6 പോയിന്റ്സ് ഉണ്ട് കേട്ടോ ഒരു പ്രദേശത്തെ നീരൊഴുക്ക് മാതൃക നിശ്ചയിക്കാനായിട്ട്. 1, ഭൂവിജ്ഞാനീയ കാലഘട്ടം. ഓക്കെ. 2, ശിലകളുടെ സ്വഭാവം. 3, ചരിവ്. 2, ഘടന. 4 ഘടന. 5, ഭൂപ്രകൃതി. 6, നീരൊഴുക്കിന്റെ അളവ്. ഈ 6 ഘടകങ്ങൾ കൊണ്ടിട്ടാണ് ഒരു പ്രദേശത്തിന്റെ എന്ത് നിശ്ചയിക്കുന്നത്? നീരൊഴുക്ക് മാതൃക നിശ്ചയിക്കുന്നത് കേട്ടോ. ഓക്കെ. പോയിന്റ് ഒന്നും കൂടെ പറഞ്ഞുതരാമോ? ഒന്നുകൂടി ഞാൻ പറയാം. ഒരു പ്രദേശത്തിന്റെ നീരൊഴുക്ക് മാതൃക നിശ്ചയിക്കുന്നത് 1, ഭൂവിജ്ഞാനീയ കാലഘട്ടം. 2, ശിലകളുടെ സ്വഭാവം. 3, ചരിവ്. 4, ഘടന. 5, ഭൂപ്രകൃതി. 6, നീരൊഴുക്കിന്റെ അളവ്.
ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് സ്മൂത്ത് ആയിട്ട് എന്തോ ചെയ്യുള്ളൂ, നീരൊഴുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആശ്രയിച്ചിട്ടാണ് നീരൊഴുക്ക് വരുന്നത്. അപ്പോ പറഞ്ഞു വലിയ നദികളുടെ ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തിനെയാണ് നമ്മൾ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശമാണെങ്കിൽ നമ്മൾ നദീതടങ്ങൾ എന്ന് പറയും, ചെറിയ നദികളുടെ ആണെങ്കിൽ നീർത്തടങ്ങൾ എന്ന് പറയും. ഇനി ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഒരു നദിയുടെ ഉത്ഭവ പ്രദേശത്തെ നമ്മൾ എന്താ വിളിക്കാം? പ്രഭവസ്ഥാനം. ആ, പ്രഭവസ്ഥാനം. ആരാ പറഞ്ഞത്? മിടുക്കി. ആര് മിടുക്കിയാണ് കേട്ടോ. പ്രഭവസ്ഥാനം, ഇതൊക്കെ ഞാൻ CRT എന്ന് പഠിപ്പിച്ചപ്പോ പഠിപ്പിച്ചായിരുന്നു അല്ലെ, ടെക്സ്റ്റിൽ നോക്കിയിട്ട്. ഒരു നദിയുടെ ഉത്ഭവ പ്രദേശമാണത് പ്രഭവസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് അല്ലെ. ഇംഗ്ലീഷിൽ പറയുന്ന പേര് സോഴ്സ് എന്നാണ്. അപ്പൊ ഒരു നദിയുടെ ഇതിനെ പറയുന്ന പേരെന്താണ്? ഒരു നദി ഏതെങ്കിലും ഒരു കടലിലോ കായലിലോ നദീമുഖം എന്ന് പറയും കേട്ടോ. മൗത്ത് അഥവാ നദീമുഖം എന്ന് പറയുന്നു. ഇനി നദീമുഖമാണ് കേട്ടോ. നദീമുഖം എന്നാ പറയാ. ഇനി നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാ ഘടകങ്ങള്? ചരിവ്, പ്രദേശത്തിന്റെ ചരിവുണ്ട്, ജലത്തിന്റെ അളവുണ്ട്, ശിലാഘടന, അവസാദങ്ങളുടെ അളവ്. ഇത്രയും കാര്യങ്ങളാണ് നദിയുടെ ഒഴുക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കേട്ടോ. ഏതൊക്കെയാണ്? ജലത്തിന്റെ അളവ്, ശിലാഘടന, പ്രദേശത്തിന്റെ ചരിവ്, അവസാദങ്ങളുടെ അളവ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. നദിയുടെ ഉത്ഭവ സ്ഥാനം തൊട്ട് പതനസ്ഥാനം വരെയുള്ള ചരിവിലെ വ്യത്യാസം അനുസരിച്ച് നദീമാർഗത്തെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണത്? ഉപരിഘട്ടം, കീഴ്ഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം അല്ലെ. ഇങ്ങനെ 3ആയിട്ടാണ് നദിയുടെ ഒഴുക്കിനെ നമ്മൾ, അല്ലെങ്കിൽ ഉത്ഭവസ്ഥാനം തൊട്ട് അതിന്റെ പതനസ്ഥാനം വരെയുള്ള ഒരു ഒഴുക്ക് ഈ ഒരു സ്റ്റേജിലൂടെയാണ്, 3 സ്റ്റേജിലൂടെയാണ് പോകുന്നത്. 1 ഉപരിഘട്ടം, 2 മധ്യഘട്ടം, 3 കീഴ്ഘട്ടം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? രവിയാണ് അല്ലെ. ഓക്കെ, രവി നദിയിലാണ് രണ്ടുപേരുടെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? ഞാൻ ഓപ്ഷൻ വായിക്കാം. ഏപ്രിൽ മെയ് ആണോ? മാർച്ച് മെയ് ആണ് കേട്ടോ. മാർച്ച് മെയ് ആണ് ഇന്ത്യയിലെ ഉഷ്ണകാലം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ വേനൽക്കാലം അനുഭവപ്പെടുന്നത് സൂര്യന്റെ ഉത്തരായന കാലത്താണ് കേട്ടോ. ഓക്കെ, സമ്മർ സോളിസ്റ്റിസ്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യയില് വേനൽക്കാലം ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുന്നത് എപ്പോഴാ? അത് സൂര്യന്റെ ഉത്തരായന കാലത്താണ്. ഈ കാലഘട്ടത്തില് സൂര്യപ്രകാശം ഉത്തരായന രേഖയ്ക്ക് ലംബമായിട്ടാണ് പതിക്കുന്നത് കേട്ടോ. ഓക്കെ, ഈ ഒരു വേനൽക്കാലത്ത് എന്താ ചെയ്യുന്നേ? സൂര്യൻ എന്താ ചെയ്യുന്നേ? സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് ലംബമായിട്ട് പതിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? ഇത്രയും അധികം വേനല് അനുഭവപ്പെടാനായിട്ട് കാരണം. ഓക്കെ, ഇനി ഇന്ത്യയിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്നറിയപ്പെടുന്ന ഏതാ? ജൂൺ സെപ്റ്റംബർ ആണ് കേട്ടോ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ എന്താ പറയുന്ന വേറൊരു പേരെന്താ അതിന്റെ? ഇടവപ്പാതി അല്ലെ. ഇടവപ്പാതി അഥവാ കാലവർഷം എന്നറിയപ്പെടുന്ന ഏതാ? ഈ ഒരു പടിഞ്ഞാറൻ നമ്മള്. അത് ജൂൺ സെപ്റ്റംബറിലാണ്. അപ്പോ തുലാവർഷം ഏത് സമയത്തായിരിക്കും? ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? തുലാവർഷം അനുഭവപ്പെടുന്നത്. അതിന് നമ്മൾ വേറൊരു പേര് വിളിക്കുമല്ലോ. തുലാവർഷം എന്ന് പറയോ. പിന്നെ വേറൊരു പേരുണ്ടല്ലോ, ഏതാ? ഇടവപ്പാതി. ഇതാണ് മോളെ, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനാണ് നമ്മൾ ഇടവപ്പാതി എന്ന് പറയുന്നത് കേട്ടാ. ഈ തുലാവർഷത്തിന് വേറൊരു പേര് പറയുമല്ലോ നമ്മള്.
വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂൺ എന്നാണ് എന്ത് പറയുന്നത്, തുലാവർഷത്തിനെ നമ്മള് അറിയപ്പെടുന്നത് അല്ലെ, അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ്, നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്, ജൂൺ സെപ്റ്റംബർ അല്ലെ. ജൂൺ സെപ്റ്റംബറിൽ ഏതാ അനുഭവപ്പെടുന്നേ? ഇടവപ്പാതി അല്ലെ. ഇടവപ്പാതി അഥവാ കാലവർഷം അഥവാ തെക്ക് പടിഞ്ഞാറ്. ഓക്കെ, അതായത് ഞാനിത് ഷോർട്ടായിട്ട് പഠിച്ചു വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാല്, അതായത് എനിക്കിതും ആദ്യ സമയത്തൊക്കെ എന്താണ്, ഫസ്റ്റ് പഠിക്കുന്ന സമയത്തൊക്കെ എന്താണ്, ഇതൊന്നും മാറിപ്പോകരുത്, ഇതൊന്ന് നോക്കുന്ന സമയത്ത്. അപ്പൊ ഇത് പെട്ടെന്നൊരു ഷോർട്ട് കട്ട് ആയിട്ട് ഞാനിത് പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാല്, ഇതിനെ കാലവർഷം എന്നാണല്ലോ പറയുന്നത്. ഓക്കെ, അപ്പൊ കാലൻ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാ, നമ്മളെ തെക്കോട്ട് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ വരുന്നത്. അപ്പൊ കാലവർഷം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കണക്ഷൻ കിട്ടുന്നുണ്ടോ? മനസ്സിലായോ പറഞ്ഞത്? ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇത് മാറിപ്പോവില്ല നിങ്ങൾക്ക് കേട്ടോ. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട്, അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആണത് കേട്ടോ. കാലവർഷം എന്ന് പറയുന്നത് എന്താണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. കാലൻ വരുന്നത് നമ്മളെ തെക്കോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് മറ്റേത് കിട്ടും. ഏതാ? തുലാവർഷം എന്ന് പറയുന്നത്. തട്ടിപ്പോകുമെന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ തുലാവർഷം എന്ന് പറയുന്നത് എന്താണ്, അത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. അപ്പൊ ഇത് മാറിപ്പോയില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇനി ഇതൊരിക്കലും ജീവിതത്തിൽ നിന്ന് മാറിപ്പോയില്ല. ഓക്കെ, ഇനി ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാ ഇന്ത്യയില്? ശൈത്യകാലം ഫെബ്രുവരി. ഡിസംബർ ഫെബ്രുവരിയിലാണ് ശൈത്യകാലം ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാനപ്പെട്ട മണ്ണിനം ഏതാണ്? മണ്ണിനം എക്കൽ മണ്ണാണ് അല്ലെ. പൊട്ടാഷ് സമൃദ്ധമാണ് കേട്ടോ എക്കൽ മണ്ണ്. പൊട്ടാഷും അതുപോലെ തന്നെ ഫോസ്ഫറസ് ശുഷ്കമാണ്. അതായത് പൊട്ടാഷിന്റെ അളവ് കൂടുതലാണ് എക്കൽ മണ്ണില്, ഫോസ്ഫറസിന്റെ അളവ് കുറവാണ് കേട്ടോ. അതാണ് എക്കൽ മണ്ണിന്റെ പ്രത്യേകത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. തമിഴ്നാട് കേട്ടോ. തമിഴ്നാട്ടിലാണ് പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം. തമിഴ്നാട്ടിലുള്ള മറ്റു പക്ഷി സങ്കേതങ്ങളാണ് വേടന്തങ്കൽ പക്ഷി സങ്കേതം കേട്ടോ. വേടന്തങ്കൽ, വെള്ളോട്, കാഞ്ഞിരൻകുളം, വടവൂര്, ചിത്രാങ്കുടി, പുലിക്കട്ട് ലേക്ക്, കുന്നംകുളം. ഇത്രയും ഇത്രയും ഈ ഒരു പക്ഷി സങ്കേതങ്ങൾ ഉള്ളത് തമിഴ്നാട്ടിലാണ് കേട്ടോ. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാ? മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് കേട്ടോ. മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം. അതിനകത്ത് കൻഹ എന്ന് പറയുന്ന ദേശീയോദ്യാനം മധ്യപ്രദേശിലാണ്. സത്പുര നാഷണൽ പാർക്ക് അതും മധ്യപ്രദേശിലാണ്. മാധവ് നാഷണൽ പാർക്ക്, പെഞ്ച് നാഷണൽ പാർക്ക്, വൻവിഹാർ നാഷണൽ പാർക്ക്, ബാന്ധവ്ഹാർ നാഷണൽ പാർക്ക്, ദിനോസർ ഫോസിൽ നാഷണൽ പാർക്ക്, സഞ്ജയ് നാഷണൽ പാർക്ക്, പന്ന നാഷണൽ പാർക്ക്, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മധ്യപ്രദേശിലാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പേര് പറയാം. കൻഹ, സത്പുര, മാധവ്, പെഞ്ച്, വൻവിഹാർ, ബാന്ധവ്ഗാർ, ദിനോസർ ഫോസിൽ, സഞ്ജയ്, പന്ന. ഓക്കെ, ഇനി മധ്യപ്രദേശിലുള്ള ആദിവാസി വിഭാഗങ്ങളാണ് ഗോൺസ്, ബിൽ, ബൈഗ കേട്ടോ. ഗോൺസ്, ബിൽ, ബൈഗ എന്നിവ മധ്യപ്രദേശിലുള്ള ആദിവാസി വിഭാഗങ്ങളുടെ പേരാണ് കേട്ടോ. ഗോൺസ്, ബില്ല്, ബൈഗ. പിന്നെ മധ്യപ്രദേശിൽ ഒരു കൃത്രിമ തടാകമുണ്ട്. ആ തടാകത്തിന്റെ പേരൊന്ന് നോട്ട് ചെയ്യാ. ഭോജ്തൽ കേട്ടോ. ഭോജ്തൽ എന്നാണ് തടാകത്തിന്റെ പേര് കേട്ടോ. കൃത്രിമ തടാകത്തിന്റെ പേരാണ് ഭോജ്തൽ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഹെൽപ്ഫുൾ ആയോ? ഇത് ഉപകാരപ്രദമായോ? കൊണ്ടുവരാ നിങ്ങൾക്ക് പേരൊന്ന് പറഞ്ഞോ? ലാസ്റ്റ് പറഞ്ഞില്ലേ കൃത്രിമ തടാകം? ഭോജ്തൽ. ഭോജ്തൽ കേട്ടോ. ഭോജ്തൽ. അപ്പൊ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും കൊണ്ടുവരാം. നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ആഡ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഇതിന്റെ നോട്ട് ഇടൂ. നോട്ട് ഇടും. ഞാൻ നോട്ട് ഇവിടെ കൊടുത്തേക്കാം. ഇതുവരെയുള്ള നോട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു.
താങ്ക് യു മിസ്. Thank you.